Hello, dear students. Welcome back to Newspap. I hope you are doing good. You are happy. You are having a great time. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ന്യൂസ് ഓരോ എപ്പിസോഡുകളും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ട് മെറ്റീരിയലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് കുട്ടികൾ ചോദിക്കുന്നതാണ്. ഇന്നലെയും ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മെറ്റീരിയലിന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുള്ളത്. സോറി, ഇന്നലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞു, പക്ഷേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടാണ് ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇടുന്നുണ്ടായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സ്റ്റുഡൻസിൻ്റെ ആസ്പിറൻറ്റ് കമ്മ്യൂണിറ്റിയുടെ അവരുടെ കൺവീനിയൻസ് നോക്കിയിട്ട് ഞാൻ ഈ ഓരോ വീഡിയോക്കും, നമ്മൾ ഇവിടെ ചെയ്ത വീഡിയോകൾക്കും ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോക്കും ഇന്ന് ചെയ്യുന്ന വീഡിയോക്കുമെല്ലാം നമ്മൾ ടൈം സ്റ്റാമ്പ് നൽകുന്നതായിരിക്കും നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ ടൈം സ്റ്റാമ്പ് നൽകുന്നതിൻ്റെ പ്രധാനമായിട്ട് രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, നിങ്ങൾ കൃത്യമായിട്ട് ഏതെല്ലാം ടോപ്പിക്കുകൾ ഈ ദിവസത്തിൽ കവർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കൊരു ഇൻഡെക്സ് പോലെ അറിയാൻ സാധിക്കും. രണ്ട്, നിങ്ങൾക്ക് ആ സ്പെസിഫിക് ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്ത് പെട്ടെന്ന് നിങ്ങൾക്കൊരു ആവശ്യം വന്നു, സ്കൂളിലോ കോളേജിലോ നിങ്ങൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ആ ടൈം സ്റ്റാമ്പ് വഴി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കൂടി ഞാൻ വരുത്തിയിട്ടുണ്ട്. സോ ഇതെല്ലാം ആസ്പിറൻറ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ ഹിയർ വി സ്റ്റാർട്ട് ദ ഡിസ്കഷൻ ഓഫ് ന്യൂസ്പാപ്പ് 22 ഓഗസ്റ്റ് തേഴ്സ്ഡേ 2024. ആദ്യത്തെ ആർട്ടിക്കിൾ നമുക്ക് വരുന്നത് സെൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. സെൻറ്റർ പ്ലാൻസ് ടു ടേക്ക് കാസ്റ്റ് കൗണ്ട് ഡ്യൂറിങ് സെൻസസ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാസ്റ്റ് കോളം നൽകിക്കൊണ്ട് ഒരു സെൻസസ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം ഓൾറെഡി നമ്മുടെ സെൻസസ് ഡിലേയ്ഡ് ആണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ദർ ആർ എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. സോ സിലബസിൻ്റെ ഭാഗം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്. സോ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ സ്പെസിഫിക്കലി ഇത് നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ സിലബസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വാർത്തയിൽ പറയുന്നത്? ഒരു കാസ്റ്റ് കോളം ഇനി വരുന്ന സെൻസസിൽ ഉണ്ടായിരിക്കും. ഇത് പ്രതിപക്ഷം പ്രധാനമായിട്ടും ഒരുപാട് നാളുകളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2021 നടക്കേണ്ട സെൻസസ് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മളിവിടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ അറിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ ഒരു കാസ്റ്റ് എന്യൂമറേഷൻ ആദ്യമായിട്ട് നടന്നത് 1931 ഓക്കെ, ഫസ്റ്റ് ടൈം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻ 2011 വി ഹാഡ് എ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് ഓൾസോ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. ബട്ട് ദിസ് ഹാസ് ബീൻ ഇൻ എ വൈഡ് ഡിസ്കഷൻ. ആൻഡ് നമുക്കറിയാം ഇപ്പോൾ സബ് കാറ്റഗറൈസേഷൻ, റിസർവേഷൻ പോലും ഡിസ്കഷനിൽ വരുന്നുണ്ട്. അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റിനെ കുറിച്ച് അറിയുന്നത് തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ, ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെൻസസിനെ കുറിച്ചൊന്ന് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം, സെൻസസിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിലവിൽ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടൊരു കാസ്റ്റ് വൈസ് സെൻസസ് നടന്നിട്ടില്ല. SCക്കും STക്കും വേണ്ടിയിട്ട് നടന്നിട്ടില്ല. ഒരു കാസ്റ്റ് കൗണ്ട് അവസാനമായിട്ട് നടന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിരുന്നു, 1931. അപ്പോൾ വൈ there is a need for such a caste census? Because I already told you, in order to understand a person's exact socio-economic background, the history will tell you exactly what is the reason for his present situation. So in order to understand that caste is very much important. So for that reason, but after the independence we didn't have any such kind of census. Last time it happened in 1931. ഇനി എന്താണ് ഈ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഡിലേ എന്ന് പറയുന്നത്? COVID-19 ബന്ധപ്പെട്ട് അത് ഡിലേ ചെയ്തു പോകുന്നു. ഈ സെൻസസ് ഡിലേ ചെയ്യുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഇന്ന് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സെൻസസ് ഡിലേ ആയി പോയിരുന്നത് കൊണ്ട് ജോബിനെക്കുറിച്ചും ആളുകളുടെ ഇക്കണോമിക് വെൽബീയിങ്ങിനെ കുറിച്ചും അവരുടെ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ, എത്ര പേര് ജോബാണ്, എംപ്ലോയിഡ് ആണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് കിട്ടുന്നില്ല. പല റിപ്പോർട്ടുകളും പല ഡാറ്റകളും ഒരു സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ ആളുകളിലേക്കും ചെന്നെത്തുന്ന ഒരു പദ്ധതി നിലവിലില്ല. അപ്പോൾ ഈ സെൻസസ് മാത്രമാണ് അത്തരത്തിൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ട് കൃത്യമായിട്ട് അവരുടെ ഡാറ്റ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇനി ചില സ്റ്റേറ്റുകൾ ഇത്തരത്തിൽ കാസ്റ്റ് സെൻസസ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റുകളെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബീഹാർ 2023 കർണാടക 2015 ഇത്തരത്തിലൊരു സെൻസസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ സെൻസസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദിസ് സെൻസസ് ഈസ് ഗോയിങ് ടു ബി ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ്. ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, അപ്പോൾ
പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഞാൻ സെൻസസിനെ കുറിച്ചൊന്ന് പറയുകയാണ്. നിങ്ങൾക്കപ്പോൾ മനസ്സിലായി എന്താണ് ഐഡിയ എന്ന് മനസ്സിലായി. കാസ്റ്റ് ആദ്യമായിട്ട് വരുന്നു, അത് എന്തിന് വരണം എന്ന റീസൺ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ സെൻസസിനെ കുറിച്ച് നോക്കാം. 2 ഫേസസ് ആണ് നമ്മുടെ സെൻസസ്. ഒന്ന് ഹൗസിംഗ് സെൻസസും, 2 പോപ്പുലേഷൻ എന്യൂമറേഷനും. ഹൗസിംഗ് സെൻസസ് എന്ന് പറയുമ്പോൾ എല്ലാ ബിൽഡിങ്ങുകളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മളിവിടെ ചില കീവേഡുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കീവേഡ് എന്ന് പറയുന്നത് എല്ലാ ബിൽഡിങ്ങുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് പെർമനൻ്റ് ആയിക്കോട്ടെ, അത് ടെമ്പററി ആയിക്കോട്ടെ, അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്. ഇവിടെയും നിങ്ങൾക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പോപ്പുലേഷൻ എന്യൂമറേഷനിൽ ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാം. അവിടെ ഇന്ത്യൻ നാഷണൽസിനെ മാത്രമാണ് അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് റിസൈഡ് ചെയ്യുന്ന എല്ലാവരെയും whether it is an Indian national or not. അപ്പോൾ ഇത് പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളിതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ, സെൻസസിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു സിങ്ക്രണസ് സെൻസസ് നടക്കുന്നത് PSCക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, SSCക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 1881 അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണ് W.C. പ്ലൗഡൻ. അദ്ദേഹത്തെ അന്നത്തെ സെൻസസ് കമ്മീഷണർ ആയിരുന്നു. ഇനി ഇതിന് എന്തെങ്കിലും ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടോ? ഉണ്ട്. 1948 സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇത്തരത്തിലുള്ള സെൻസസിൻ്റെ ഒരു ലീഗൽ ബാക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അറിഞ്ഞിരിക്കുക, നമ്മുടെ രാജ്യത്ത് 10 വർഷത്തിലാണ് സെൻസസ് നടക്കുന്നത്. അത്തരത്തിൽ 10 വർഷത്തിൽ സെൻസസ് നടക്കുക എന്ന് പറയുന്ന പ്രൊവിഷൻ ഇതിലെവിടെയും പറഞ്ഞിട്ടില്ല. സെൻസസ് ഓഫ് ഇന്ത്യ ആക്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നോവർ ഇറ്റ് ഈസ് മെൻഷൻഡ്. ഇനി ചില രാജ്യങ്ങളിൽ 10 വർഷത്തിൻ്റെ ഇൻ്റർവെല്ലിൽ നടക്കുന്നുണ്ട്. അത്തരം രാജ്യങ്ങളാണ് US, UK. പക്ഷേ ഓസ്ട്രേലിയ, കാനഡ, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ 5 വർഷം കൂടുമ്പോഴും സെൻസസ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആർട്ടിക്കിളിൽ എന്താണ് സെൻസസ്, എന്തായിരുന്നു ഈ ലേറ്റസ്റ്റ് സെൻസസ് ഡിലേ ആവാനുള്ള കാരണം, എന്തുകൊണ്ട് കാസ്റ്റിൻ്റെ ആ ഒരു കൃത്യമായ കണക്ക് വേണം എന്നൊക്കെയുള്ളത് നമ്മെക്കുറിച്ച് പറഞ്ഞു. ഇത് കണ്ടക്ട് ചെയ്യുന്ന നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിൻ്റെ കീഴിലുള്ള രജിസ്റ്റർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. 1951 മുതലാണ് ഇത്തരത്തിൽ ചെയ്തു വരുന്നത്. 1951 മുമ്പ് വരെ ഒരു അഡ്ഹോക്ക് താൽക്കാലിക സംവിധാനമായിരുന്നു ഇത്തരത്തിൽ ബഡ്ജറ്റ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എന്താണ് സെൻസസ് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ സെൻസസിലൂടെ നമ്മൾ നോക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കോളം വരുന്നതോട് കൂടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മുടെ സോഷ്യോ ഇക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഇമ്പാക്റ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെയും ഞാൻ ടെക്നിക്കൽ ടേംസ് കൊടുത്തിട്ടുണ്ട്. SECC എന്താണ്, NPR എന്താണ്, സെൻസസ് എന്താണ്. സോ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. സോ ഹിയർ വി ഗോ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ. സോ ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിഗാർഡിങ് e-commerce. സോ നമ്മുടെ മിനിസ്റ്റർ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. e-commerce, നമ്മുടെ രാജ്യത്ത് e-commerce കമ്പനികൾ വരുന്നു, അവരെ എക്സ്പാൻഡ് ചെയ്യുന്നു. ദിസ് ഇസ് ഓൾ ആർ ഗുഡ്. സോ ഇവൻ ദ മിനിസ്റ്റർ ഈസ് ഓൾസോ ഹാവിങ് ദാറ്റ് ഒപ്പീനിയൻ. സോ യു ഹാവ് ഗിവൺ ദ ജോബ്, യു ഹാവ് ഡിഡ് വെൽ, ബട്ട് ഹിയർ ദർ ഇസ് എ കൺസേൺ. ഇത്തരത്തിൽ ഈ e-commerce കമ്പനികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രാക്ടീസസ് ദേ ഹാവ് അഡാപ്റ്റിംഗ്. So this practices is actually creating a lot of pressure to the customers also and to the local sellers in the country also. So let's see what exactly his points are. So നമുക്ക് സിലബസിലേക്ക് ഇതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദ ഇക്കോണമി എന്ന് പറയുന്നത്. അതായത് ആ സിലബസിൽ അത് ഉൾപ്പെടുത്താൻ കാരണം ലിബറലൈസേഷന് ശേഷമാണ് ഇത്തരത്തിൽ വിദേശ കമ്പനികളെല്ലാം നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതും, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നമുക്കറിയാം 1991 പുതിയ സാമ്പത്തിക നയത്തോട് കൂടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബന്ധപ്പെടുന്ന നമുക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതിൻ്റെ പല ഡൈമെൻഷൻസിൽ ഒരു പക്ഷേ എക്കണോമിക്സ് ആണെന്ന് തോന്നുന്ന ടോപ്പിക്കിന് ഒരു പക്ഷേ പൊളിറ്റിയിലും ചോദിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് വേരിയൻ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക സിലബസ്. പക്ഷേ സിലബസിൽ ഓരോ വാക്കുകൾ നിങ്ങൾ പരിചയമാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി എന്താണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്? നമ്മുടെ മിനിസ്റ്റർ ഈ പ്രിഡേറ്ററി പ്രൈസിങ്ങിനെ കുറിച്ചിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട്. ആമസോൺ പോലെയുള്ള കമ്പനികൾ പ്രിഡേറ്ററി പ്രൈസിങ്സ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവർ ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, യു ആർ ഡൂയിങ് ഗുഡ്, ബട്ട് വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഡു, യുവർ എക്സ്പാൻഷൻ, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഡു, ദാറ്റ് ഷുഡ് ബി ഓർഡർലി ആൻഡ് സിറ്റിസൺ സെൻട്രിക്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി. അത് സിറ്റിസൺ സെൻട്രിക് ആയിരിക്കണം എന്നാണ് ഗവൺമെൻറ് കൃത്യമായിട്ട് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഇപ്പം നിലവിൽ e-commerce ഗ്രോത്തുമായിട്ട്, അല്ലെങ്കിൽ e-commerceുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലവിലുള്ള ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് പ്രിഡേറ്ററി പ്രൈസിംഗ് ആണ്.
ഓക്കെ, ഈ പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ആക്ച്വലി മെൻ ബൈ പ്രിഡേറ്ററി പ്രൈസിംഗ്? ഞാൻ ഓൾറെഡി ടെക്നിക്കൽ ടേംസിൽ കൊടുത്തിട്ടുണ്ട്, ബട്ട് അത് വളരെ പ്രധാനപ്പെട്ട ടേമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവരെന്ത് ചെയ്യുമെന്നറിയോ? പ്രൈസ് വളരെ ലോ ചെയ്യും, പ്രൈസ് കുറച്ച് വിൽക്കും. പിന്നെ പ്രൈസ് കുറച്ച് വിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എല്ലാവരും പ്രൈസ് കുറച്ച് വിൽക്കുന്നിടത്തായിരിക്കും പോവുക. ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് എല്ലാം അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും പിന്നീട് ആ ഒരു കമ്പനി മാത്രമായിട്ട് അവിടെ വരുന്ന സമയത്ത് അവർ പിന്നീട് ആ സാധനങ്ങളുടെ വില കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ദാറ്റ് മൈറ്റ് ബി ദ ലോക്കൽ സെല്ലേഴ്സ് ഓഫ് ദ ഓൾസോ, കസ്റ്റമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ രാജ്യത്തെ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഈ പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിഡേറ്ററി പ്രൈസിംഗിൽ നിന്ന് ഇത്തരത്തിൽ കമ്പനികൾ പിന്മാറണം എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. അതേ സമയത്ത് തന്നെ അദ്ദേഹം ഇതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നിലവിലുള്ള കൺസേൺസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ പ്രിഡേറ്ററി പ്രൈസിംഗ് ആണ്. പിന്നെ റീറ്റെയിൽ സെല്ലേഴ്സിനെ അത് ബാധിക്കുന്നുണ്ട്. ഏകദേശം 100 മില്യണോളം വരുന്ന ഇന്ത്യയിലെ റീറ്റെയിൽ പ്രൈസേഴ്സിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആൻസർ ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ സിറ്റിസൺ സെൻട്രിക് ആയിരിക്കണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആമസോണിനെ കുറിച്ചാണ് കൂടുതൽ കൺസേൺ പറയുന്നത്. ആമസോൺ ഏകദേശം $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇന്ത്യയിൽ. പക്ഷേ അവർ സിഗ്നിഫിക്കൻറ്റ് ലോസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ ചെയ്യുന്നത് ഈ പ്രിഡേറ്ററി പ്രൈസിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റ് റെഗുലേറ്ററി കൺസേൺസും ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ കൊമേഴ്സ് കമ്പനികൾക്ക് B2C ട്രാൻസാക്ഷൻസ് എന്തല്ല അലൗഡ് അല്ല, പക്ഷേ ഇത് പലപ്പോഴും നടക്കുന്നുണ്ട്. സോ മിനിസ്റ്റർ റേസ്ഡ് കൺസേൺസ് അബൌട്ട് ആമസോൺസ് കോംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്, പർട്ടിക്കുലർലി ദോസ് പ്രൊഹിബിറ്റിംഗ് ഫോറിൻ ഇ-കൊമേഴ്സ് ഫേംസ് ഫ്രം കണ്ടക്ടിങ് B2C ട്രാൻസാക്ഷൻ. ഫോറിൻ ഇ-കൊമേഴ്സ് കമ്പനികൾക്ക് B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബിസിനസ്, ആ ഒരു എൻറ്റിറ്റി കസ്റ്റമർക്ക് വിൽക്കുക. B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് B2C എന്ന് പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാനത് സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം സെല്ലിങ് എ ബുക്ക്, ഒരു പബ്ലിക്കേഷൻ ഞാൻ സെല്ല് ചെയ്യാണ്. അപ്പോൾ B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയി സെല്ല് ചെയ്യുന്നു. B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്കൂളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. അതാണ് B2Bയും B2Cയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫോറിൻ ഇ-കൊമേഴ്സ് കമ്പനികൾക്ക് B2C ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ ആമസോൺ പോലെയുള്ള വലിയ കമ്പനികൾ പലപ്പോഴും വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മിനിസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ നമ്മൾ പറഞ്ഞത് ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഒരു ചലഞ്ച്, ഇ-കൊമേഴ്സ് വളരും തോറും ആക്ച്വലി അത് സിറ്റിസൺ സെൻട്രിക് ആയിരിക്കണം എന്നാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും പല കമ്പനികളും പലപ്പോഴും അത് സിറ്റിസൺസിനെയും അവിടുത്തെ ലോക്കൽ റീറ്റെയിലേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും ചൂഷണം ചെയ്യുന്ന പോലെ പ്രിഡേറ്ററി പ്രൈസിങ്ങിൻ്റെ പോളിസി പോലെയുള്ള കാര്യങ്ങളിലൂടെ പലപ്പോഴും ചൂഷണം ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോളണ്ടിലേക്ക് പോയിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ്, 45 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രധാന പോയിന്റ്, 45 വർഷത്തിന് ശേഷമാണ് ഒരു പ്രൈം മിനിസ്റ്റർ പോകുന്നത്, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോകുന്നത്. ഇനി ഈ പോളണ്ടുമായിട്ട് ഇന്ത്യക്കുള്ള ഒരു ബന്ധത്തിൻ്റെ വലിയൊരു ഭാഗമെന്ന് പറയുന്നത് വേൾഡ് വാർ 2 സമയത്ത് ഒരുപാട് ആളുകൾക്ക് നമ്മൾ അഭയം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഭയം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോടൊരു വലിയ കടപ്പാടുണ്ട്. അവിടെ ഇന്ത്യൻ ഡയസ്പോറയുമുണ്ട്. അപ്പോൾ ഈ ഒരു വിസിറ്റിനെ നമ്മൾ കാണുന്നത് ഈ ബാലൻസിങ് അപ്രോച്ച് ആയിട്ടാണ്. മോഡിയുടെ ഈ ഒരു വിസിറ്റ്, അതായത് റഷ്യയിലേക്ക് പോയി ഇപ്പോൾ വെസ്റ്റിലേക്ക് പോകുന്നു. സോ ഹി വാണ്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് വി ആർ ഹാവിങ് ദാറ്റ് ബാലൻസിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വെസ്റ്റ് ആൻഡ് റഷ്യ. ഇനി 45 വർഷത്തിന് ശേഷമാണ് പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നീട് ഈ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പോളിഷ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടിനെ അദ്ദേഹം കണ്ടു. ഇനി അദ്ദേഹം ഇന്ത്യൻ ഡയസ്പോറയുമായിട്ട് അദ്ദേഹം സംബന്ധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമ്മളിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ജാം സാഹേബ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ജാം സാഹേബ് ദിഗ്വിജയൻഷി രജിൻഷി ജഡേജ ഓർ നവാനഗർ. എന്താണ് ഇദ്ദേഹം ചെയ്തത്? വേൾഡ് വാർ 2 സമയത്ത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സ്റ്റാച്യു വരെ അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ജർമ്മൻ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഈ അദ്ദേഹം 1000-ഓളം വരുന്ന പോളണ്ട് വിദ്യാർത്ഥികൾക്ക് വേൾഡ് വാർ 2 സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അഭയം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാരണം പോളണ്ടിനെയും ഇന്ത്യയെയും അടുപ്പിക്കുന്ന ഒരു കാരണമാണ്. ഇനി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ ഭാഗമായിട്ടുള്ള പോളണ്ട്
ഈ പോളണ്ടിനോടുള്ള സൗഹൃദം തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയനിലേക്കുള്ളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് എല്ലാം പോസിബിൾ ആവും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് ഇത്തരത്തിലുള്ള ഗേറ്റ് വേ ടു യൂറോപ്പ് ആയിട്ടാണ് ഈ ഒരു വിസിറ്റിനെ മോഡി കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് ഈസ് എൻ ബാലൻസിങ് സ്ട്രാറ്റജി. റഷ്യയെയും വെസ്റ്റിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. കാരണം റഷ്യയിൽ പോയി അതിന് നമ്മുടെ ഗവൺമെൻറ്റിനും പ്രൈം മിനിസ്റ്റർക്കും എല്ലാം വിമർശനങ്ങൾ പല ഭാഗത്തുനിന്ന് വന്നു. US വരെ വിമർശിച്ചു. സോ നൗ വി ആർ ഗോയിങ് ടു ദ യൂറോപ്പ്. ആൻഡ് ഇതാണ് ഈ ഒരു വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ആൻഡ് നമുക്ക് പോളണ്ടും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ്, നമ്മൾ 1954 ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 1957 ഒരു എംബസി നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. മാത്രമല്ല ഇന്ത്യയും പോളണ്ടും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട ഐഡിയോളജീസ് ഷെയർ ചെയ്യുന്നുണ്ട്. കൊളോണിയലിസത്തെ എതിർക്കുന്നതിൽ, ഒപ്പോസിങ് കൊളോണിയലിസം, ഇമ്പീരിയലിസം ആൻഡ് റേസിസം. പിന്നീട് EU മെമ്പർഷിപ്പ്, അതായത് പോളണ്ടിൻ്റെ accession to the European Union in 2004 strengthened its role as one of India's key partners in Central Europe. അപ്പോൾ പോളണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകുമ്പോൾ ഇന്ത്യ നല്ലൊരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യക്കും ഒരു സ്റ്റേക്ക് ഹോൾഡുള്ള ഒരു സംഭവമാണ്. പിന്നീട് ട്രേഡ് റിലേഷൻഷിപ്പിലേക്ക് പറയുകയാണെങ്കിൽ പോളണ്ട് ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണറാണ്. ദെൻ ബൈലാറ്ററൽ ട്രേഡ് പറയുകയാണെങ്കിൽ ഏകദേശം $2.36 ബില്യൺ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോളണ്ടിലേക്കുള്ള ഇന്ത്യയുടെ എക്സ്പോർട്ട് 0.48% ഓഫ് ഇന്ത്യസ് ഓവറോൾ എക്സ്പോർട്ടാണ്. പോളണ്ടിലേക്കുള്ള പോളണ്ടിൽ നിന്നുള്ള ഇമ്പോർട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 0.15% ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ ഇമ്പോർട്ടുമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും വി ആർ ഹാവിങ് എ ലാർജ് സ്റ്റോക്ക് ഹോൾഡ്. പോളണ്ടിൽ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് $3 ബില്യൺ ആണ്. ഇന്ത്യയിൽ പോളണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 672 മില്യൺ ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. ഏകദേശം $672 മില്യൺ ആണ് പോളണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഒരു കോർപ്പറേഷൻ ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിലാണ്. കാരണം പോളണ്ടിൽ അവർക്ക് വേൾഡ് ക്ലാസ് ഫുഡ് പ്രോസസ്സിംഗ് സ്റ്റോറേജ് ഉള്ളൊരു രാജ്യമാണ് പോളണ്ട്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ്, ഒരുപാട് അഗ്രികൾച്ചർ. അപ്പോൾ ഇത് രണ്ടും ലിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു കോർപ്പറേഷൻ സാധ്യമായിട്ടുണ്ട് 2017. ഓക്കെ. പിന്നീട് IT മേഖലയിൽ ഒരുപാട് IT കമ്പനീസ് പോളണ്ടിലുണ്ട്. ടെക്സ്റ്റൈൽ സെക്ടറിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ മൈനിങ്, എനർജി സെക്ടറിൻ്റെ കാര്യമാണെങ്കിലും, കാരണം പോളണ്ട് എന്ന് പറയുന്നത് ഒരു ക്ലീൻ കോൾ ടെക്നോളജിക്ക് പേര് കേട്ടൊരു സ്ഥലമാണ്. പിന്നീട് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽ സെക്ടറിൻ്റെ മേഖല. പിന്നീട് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിലേഷൻഷിപ്പ്, അതായത് ഒരുപാട് കൾച്ചറൽ ഇവൻറ്റുകൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ, ഗുരു നാനക് ദേവ് ജിയുടെ 550th ആനിവേഴ്സറി, മഹാത്മാഗാന്ധിയുടെ 150th ആനിവേഴ്സറി, ദെൻ ഇതെല്ലാം അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, ഒരു വലിയ ഡയസ്പോറ പോളണ്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഈ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പോളണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ആർട്ടിക്കിളിൻ്റെ ആദ്യത്തിൽ പറഞ്ഞത് എന്തുകൊണ്ട് ഈ ഒരു വിസിറ്റ് പ്രധാനപ്പെട്ടതാവുന്നു. റഷ്യയിലേക്ക് വിസിറ്റ് ചെയ്ത മോഡി ഇപ്പോൾ വെസ്റ്റിലേക്ക് പോകുന്നു. സോ ദാറ്റ് ബാലൻസിങ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് വെസ്റ്റ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ട് ആ ബന്ധം ദൃഢമാകുന്നു, വേൾഡ് വാർ II സമയത്ത് ഇന്ത്യ എങ്ങനെയാണ് പോളണ്ടിനെ സഹായിച്ചത്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു ആർട്ടിക്കിൾ, WHO ഇൻവെസ്റ്റിഗേറ്റിംഗ് സസ്പെക്റ്റഡ് ന്യൂ പോളിയോ സ്ട്രെയിൻ ഇൻ മേഘാലയ. നമ്മൾ ഇന്നലെയും ഇത് ഡിസ്കസ് ചെയ്തതാണ്, ജനറൽ സയൻസിലാണ് ഇത് വരുന്നത്. നമ്മൾ ഇന്നലെയും ഇതേ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തു. ദ കൺസേൺ ഈസ് ദാറ്റ് 1 പോളിയോ കേസസ് ഈസ് ബീങ് റിപ്പോർട്ടഡ് ഇൻ മേഘാലയ. 2014 പോളിയോ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചൊരു രാജ്യത്ത് പിന്നീടും ഇത്തരത്തിലുള്ളൊരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ കൺസേണോട് കൂടിയാണ് നമ്മുടെ രാജ്യം കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു വൈൽഡ് പോളിയോ കേസ് ആയിട്ടല്ല പറയുന്നത്, ഒരു വാക്സിൻ ഡിറൈവ്ഡ് ഇൻഫെക്ഷനാണ്. വാക്സിനിൽ നിന്നുണ്ടാകുന്ന മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന വാക്സിൻ ഡിറൈവ്ഡ് ഇൻഫെക്ഷനാണ് ഈ ഒരു പോളിയോ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ പോളിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫെറ്റാലിറ്റീസ് എത്രമാത്രമാണ്, മരണ റേറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ ഇന്നലത്തെ മെറ്റീരിയലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഓക്കെ. അപ്പോൾ പിന്നെയും ഈ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ പോളിയോ കേസ് പിന്നെയും ചർച്ചയിൽ വരുന്നുണ്ട്, WHO പിന്നെയും ചർച്ചയിൽ വരുന്നുണ്ട്. ഈ ഒരു വർഷം അറിഞ്ഞിരിക്കുക, 2014 ഇന്ത്യയെ പോളിയോ ഫ്രീ ആയിട്ട് WHO പ്രഖ്യാപിക്കുന്നത്. ഓക്കെ.
അപ്പോൾ ഈ വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് VDPV ഇതാണ് നിലവിൽ ഇന്ത്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു വൈൽഡ് പോളിയോ കേസ് അല്ല എന്ന് പറയുന്നു. അടുത്തത് സുപ്രീം കോർട്ട് ടു എക്സാമിൻ നീഡ് ഫോർ എൻവയൺമെൻറ്റൽ റെഗുലേറ്റർ. നമ്മുടെ രാജ്യത്ത് ഒരുപാട് റെഗുലേറ്റേഴ്സ് ഉണ്ട്. ആ റെഗുലേറ്റേഴ്സിനോട് പോലെ തന്നെ പ്രകൃതിക്കും ആയിട്ട് ഒരു എൻവയൺമെൻറ്റൽ റെഗുലേറ്റർ വേണം എന്ന് സുപ്രീം കോർട്ട് ഒരു എക്സാമിനേഷൻ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത്? ഇത് സിലബസിലേക്ക് നമുക്ക് 2 ഭാഗത്തേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ലും 3-ലും നമുക്ക് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റും. 2-ലാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി ആൻഡ് വേരിയസ് കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്ന ഭാഗത്തേക്കും, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3-ലാണെങ്കിൽ കൺസർവേഷൻ, എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രേഡേഷൻ, എൻവയൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്കും ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞ് നമുക്ക് ഓൾറെഡി ഒരുപാട് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. ടെലികോം സെക്ടറിനാണെങ്കിൽ ട്രായ്, അല്ലെങ്കിൽ മറ്റ് പല സെക്ടറുകൾക്കും നമുക്ക് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. ആ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെ, കോമ്പറ്റീഷനെ എല്ലാം കൃത്യമായിട്ട് ടു കൺട്രോൾ ദോസ് സെക്ടർ. അതുപോലെ എൻവയൺമെൻറ്റൽ സെക്ടറിനും ഒരു റെഗുലേറ്ററി ബോഡി ആവശ്യമാണ്. അപ്പോൾ നമുക്കിവിടെ റെഗുലേറ്ററി ബോഡികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഓൾറെഡി ഒരുപാട് ബോഡികളുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനം നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഗ്രീൻ ട്രൈബ്യൂണൽ. അപ്പോൾ ഇത് ഒരു റെഗുലേറ്ററി ബോഡി കൂടി വരുമ്പോൾ, കാരണം ഏറെക്കുറെ ഒരു റെഗുലേറ്ററി ഫംഗ്ഷൻസ് അവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് ആവും ഒരു റെഗുലേറ്ററി ബോഡി കൊണ്ടുവരുന്നത് എന്നാണ് പ്രധാനമായിട്ടും ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ കോർട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് മൈനിങ് ആക്ടിവിറ്റീസ് എല്ലാം എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം, കൺസർവേഷൻ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവുകളിൽ നിന്നൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ റെഗുലേറ്ററി ബോഡികൾ എന്താണ് എന്ന് നമുക്കൊന്ന് അറിയണം. റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് ആ മേഖലയിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് കൃത്യമായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു സംവിധാനമാണ് റെഗുലേറ്ററി ബോഡികൾ. അവരുടെ ഫങ്ഷൻസ് പ്രധാനമായിട്ടും 6 എണ്ണമാണ്. ഗൈഡ് ലൈൻസും റെഗുലേഷൻസും കൊണ്ടുവരിക, റിവ്യൂ ആൻഡ് അസസ്മെൻറ്റ് ചെയ്യുക, അവർ ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക, ലൈസൻസിങ് ചെയ്യുക, നിരന്തരമായ ഇൻസ്പെക്ഷൻസ് ചെയ്യുക, കറക്റ്റീവ് ആക്ഷൻസ് ചെയ്യുക, ആരെങ്കിലും ഒരു കുറ്റം ആ സ്റ്റാൻഡേർഡിനെതിരെ പ്രവർത്തിക്കുമ്പോൾ കറക്റ്റീവ് ആക്ഷൻസ് ചെയ്യുക, അതേപോലെ തന്നെ പെനാൽറ്റീസ് എൻഫോഴ്സ് ചെയ്യുക. ഇങ്ങനെ 6 ഫങ്ഷൻസാണ് റെഗുലേറ്ററി ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി ഏതൊക്കെയാണ് റെഗുലേറ്ററി ഫങ്ഷൻസിൻ്റെ ഉദാഹരണങ്ങൾ? നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ഫങ്ഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സെക്ടറിൽ ദേ ആർ റെഗുലേറ്റിംഗ് the bank, they are regulating the financial sector, they are looking whether the banks are functioning as per the rules and regulations or the standards set by them. മറ്റൊരു റെഗുലേറ്ററി ബോഡിയാണ് സെബി. അവരെവിടെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് മാർക്കറ്റിലാണ്. മറ്റൊരു റെഗുലേറ്ററി ബോഡി നബാർഡ്, സിഡ്ബി, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് പിന്നറിയുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI. അപ്പോൾ ഇതാണ് റെഗുലേറ്ററി ബോഡീസിൻ്റെ എക്സാമ്പിൾ. ഈ റെഗുലേറ്ററി ബോഡീസ് എന്താണ് ചെയ്യുന്നത്? ആ മേഖലയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ ഇതേ ലൈൻസിൽ ഒരു റെഗുലേറ്ററി ബോഡി എൻവയൺമെൻറ്റിനും വേണമെന്നാണ് സുപ്രീം കോർട്ട് എക്സാമിൻ ചെയ്തത്. പക്ഷേ അവിടെ ഗവൺമെൻറ് പറയുന്നത് ഓൾറെഡി ചില സംവിധാനങ്ങളുണ്ട്. ദേ ആർ ഓൾസോ ഡൂയിങ് സം കൈൻഡ് ഓഫ് ഫങ്ഷൻസ് ലൈക്ക് റെഗുലേറ്റർ, സോ ദാറ്റ് വിൽ ബി ആൻ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ വാദം. അപ്പോൾ ഇവിടെയും ടെക്നിക്കൽ ടേംസ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ, നിങ്ങൾ ലോ ഒക്കെ പഠിക്കുന്ന, പൊളിറ്റിക്സ് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടേം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ ടെക്നിക്കൽ ടേംസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. സോ വാട്ട്സ് അബൌട്ട് ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ? ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇറ്റ് സേസ് എ വെരി ഗുഡ് ആർട്ടിക്കിൾ വിച്ച് ടോക്സ് അബൌട്ട് how to, like, if one country is moving against the human rights, what are the possible ways available to turn around that country or make that country happen in the right direction? ഇതിന് എന്തൊക്കെ മാർഗ്ഗങ്ങൾ നമുക്ക് ഇന്നത്തെ ഒരു ഗ്ലോബൽ ഓർഡറിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഞാനിതിനെ സിലബസിലേക്ക് എസ്സേ ഭാഗത്തേക്കാണ് ഞാനിതിനെ, കാരണം നല്ലൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഇപ്പോൾ പല രാജ്യങ്ങളും ഹ്യൂമൻ റൈറ്റ്സിനെ എന്താ പറയുക, കൊന്നുകളയുമ്പോൾ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുമ്പോൾ ആ ഹ്യൂമൻ റൈറ്റ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ 2 രീതിയിൽ നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഒന്ന്, ഒരു മോറൽ പ്രഷർ എന്ന് പറയും. നെയ്മിങ് ആൻഡ് ഷെയ്മിങ്, ഈ വാക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത്
പബ്ലിക്കായിട്ട് നമ്മളൊരു രാജ്യത്തെ വിമർശിച്ചുകൊണ്ടേയിരിക്കുക. ഒരു രാജ്യം ഹ്യൂമൻ റൈറ്റ്സിനെതിരെ പോകുമ്പോൾ ആ രാജ്യത്തിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുക, പബ്ലിക്കിൽ ആ രാജ്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു രാജ്യം അതിൽ നിന്ന് മാറി മുന്നോട്ട് പോകും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും മ്യാൻമാർ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊരു വഴിയാണ് മിലിറ്ററി ആക്ഷൻസ്. ഫുൾ കൺട്രീസിനാണ് അത് വർക്ക് ചെയ്യുള്ളൂ. മറ്റൊന്ന്, അപ്പോൾ മിലിറ്ററി ആക്ഷൻസ് വഴിയോ അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻസ്, ഇപ്പോൾ ഏതെങ്കിലും രാജ്യം അത്തരത്തിൽ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വയലേഷനുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എക്കണോമിക് സാങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, പുറപ്പെടുവിക്കുക. അപ്പോൾ അതുവഴി ആ രാജ്യം തിരിച്ച് ആ ഹ്യൂമൻ റൈറ്റ്സിന് ഒരു പക്ഷേ അവർ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി അവർ ചെയ്യാൻ സാധിക്കും. മറ്റൊന്നാണ് നെയിമിങ് ആൻഡ് ഷെയ്മിങ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സിനെതിരെ പോകുന്ന രാജ്യങ്ങളെ നിലക്ക് നിർത്താൻ കഴിയും എന്നാണ് പറയുന്നത്. എക്കണോമിക് സാങ്ഷൻസ്, മിലിറ്ററി ആക്ഷൻസ്, പവർഫുൾ നേഷൻസ് ആണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് മോറൽ പ്രഷർ. അവരെന്ത് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഈ പോസിറ്റീവ് എഫക്റ്റ്, നെയിമിങ് ആൻഡ് ഷെയ്മിങ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും എക്സാമ്പിൾസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ നെയിമിങ് ആൻഡ് ഷെയ്മിങ് ചെയ്തതുകൊണ്ട് മ്യാൻമാറിലും എത്തിയോപ്യയിലും പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങൾ, ഇതൊക്കെ എക്സാമ്പിളാണ് എങ്ങനെ നെയിമിങ് ആൻഡ് ഷെയ്മിങ് രാജ്യങ്ങളെ സ്വാധീനിച്ചു, അവർ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നതിനുള്ള എക്സാമ്പിൾസാണ് എസ്സേയിൽ നമുക്ക് എഴുതാൻ പറ്റും. രണ്ട് കൊളംബിയയും അർജൻറ്റീനയും അവരും ഇതേപോലെ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് അവർ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ചില രണ്ട് ഡിക്റ്റേറ്റേഴ്സ്, ഓഗസ്റ്റോ പിനോഷെറ്റ് ആൻഡ് സൊളോബോൺ മിലോസെവിക്, ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ നെയിമിങ് ആൻഡ് ഷെയ്മിങ് എന്ന് പറയുന്നത് പുതിയൊരു ഗ്ലോബൽ ഓർഡറിൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അത്തരത്തിൽ ചില ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് മ്യാൻമാറും എത്തിയോപ്യയും. ഇത്തരത്തിലുള്ള നെയിമിങ് ആൻഡ് ഷെയ്മിങ്ങിലൂടെ അവരുടെ ഹ്യൂമൻ വയലേഷൻസിനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതികളാണ് ഉള്ളത്. ഒരു രാജ്യത്തിന് നമുക്ക് തിരിച്ച് അവരുടെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ. ഒന്ന് മിലിറ്ററി ആക്ഷൻസ്, അത് പവർഫുൾ നേഷൻസിനെ സാധിക്കുള്ളൂ. മറ്റൊന്നാണ് ഇത്തരത്തിലുള്ള മോറൽ രീതിയിലുള്ള ഒരു പ്രഷറൈസേഷൻ. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നല്ലൊരു ആർട്ടിക്കിളാണ്. ഇതാണ് ഇതിൻ്റെ എസെൻസ്. അപ്പോൾ ഒരു രാജ്യം ഹ്യൂമൻ റൈറ്റ്സിനെതിരെ പോകുമ്പോൾ എങ്ങനെ നമുക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് ആ രാജ്യത്തിന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. രണ്ട് മാർഗ്ഗമാണ്, മിലിറ്ററി ആക്ഷൻസ്, അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ മോറലി അവരതിൽ നെയിമിങ് ആൻഡ് ഷെയ്മിങ് എന്നാണ് അതിനെ പറയുന്നത്, അത്തരത്തിൽ ചെയ്യുക. അപ്പം ഈ ആർട്ടിക്കിൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. അടുത്ത ആർട്ടിക്കിൾ പറയുന്നത് ആഫ്റ്റർ മാനിഫെസ്റ്റോ മൂവ്മെൻറ്റ് ബഡ്ജറ്ററി ഡിസപ്പോയിൻമെൻറ്റ്. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഈ ബഡ്ജറ്റിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. നമുക്കറിയാം ഗവൺമെൻറ് ഇവരുടെ റൈറ്റ് ടു മാരേജ് അല്ലെങ്കിൽ അവരുടെ കോടതിയിലൊക്കെ പോയപ്പോൾ പലപ്പോഴും അവർക്കെതിരെയാണ് ഗവൺമെൻറ് നിലകൊണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇലക്ഷൻ്റെ മുൻപ് പല പ്രോമിസുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു പല പാർട്ടികളും. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് വളരെ കുറവ് മാത്രമാണ് ഇത്തരത്തിൽ LGBTQ കമ്മ്യൂണിറ്റിക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി ട്രാൻസ്ജെൻഡറിനും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രാൻസ്ജെൻഡർ വെൽഫെയറിനും ഒരു മിനിമൽ സപ്പോർട്ട് മാത്രമാണ് കൊടുത്തത്. ബഡ്ജറ്റിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും, അതായത് ഫിനാൻഷ്യൽ ഇയർ 24-ൽ 52.91 crore ആയിരുന്നു ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കൊടുത്തതെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 24-ൽ 68.46 കോടിയുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എഗെയിൻ ലെസ്. പിന്നെ ഒരു മിനിമൽ സപ്പോർട്ട് മാത്രമാണ് കൊടുക്കുന്നത്. ഒരു സ്മൈൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ സ്മൈൽ പ്രോഗ്രാം ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ പ്രോഗ്രാം ഓർത്തു വെക്കണം. ചിലപ്പോൾ പ്രിലിംസിൽ ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. അപ്പോൾ അവരുടെ വെൽഫെയർ, അവരുടെ ഷെൽട്ടർ ഹോംസ്, അവരുടെ സ്കോളർഷിപ്പ്, നാഷണൽ കൗൺസിൽ, ഇതിനെല്ലാം കൊടുത്തിട്ടുള്ള ഫണ്ട് കുറവാണ്. ഇനി ഇവർക്കുള്ള ഷെൽട്ടർ ഹോംസിൻ്റെ പേരാണ് ഗരിമ ഗ്രഹാസ്. ഇതെല്ലാം ഷട്ട് ഡൗണിൻ്റെ വക്കിലാണ്. മറ്റൊന്ന് നാഷണൽ കൗൺസിൽ എന്ന് പറയുന്ന ഇവരുടെ കൗൺസിൽ അത് ബെയർലി ഫങ്ഷണലാണ്. ഓപ്പറേഷണൽ ഇഷ്യൂസ് കൊണ്ട്, ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സ് കൊണ്ട് അത് ഫങ്ഷനിങ് അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നിൽക്കുമ്പോൾ തന്നെ ഇവർക്കുള്ള ഫണ്ടിങ് വേണ്ട വിധത്തിൽ അതിന് പ്രൊപ്പോർഷനായിട്ടായിട്ടില്ല. ആൻഡ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെയും ഫണ്ട് കുറച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ ഫണ്ട് കുറക്കുന്നത് വഴി LGBTQ കമ്മ്യൂണിറ്റിക്ക് ഉള്ള HIV റിസ്ക് കൂടാൻ ഒരു കാരണമാണ്.
അപ്പോൾ ഇത്തരത്തിൽ ഈ ബഡ്ജറ്റിൽ LGBTQ കമ്മ്യൂണിറ്റിയെ നിരാകരിച്ചു എന്നും അതേപോലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ട രീതിയിൽ അവർക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുമാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയും LGBTQ നമുക്കറിയാം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ. അപ്പോൾ അവർക്ക് വേണ്ടി ഗവൺമെൻറ് ഒരു നേരത്തെ പറഞ്ഞ സ്മൈൽ പ്രോഗ്രാം, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഇമ്പോർട്ട്സ് വീക്കൻ ഇന്ത്യൻ ഫാർമ. ഈ ആർട്ടിക്കിളിൽ മനോഹരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിസിൻ അഫോർഡബിലിറ്റിയിൽ എത്രമാത്രം ആളുകളുടെ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ആർട്ടിക്കിളാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും നമ്മൾ ഈ മരുന്നുകളുടെ ഇമ്പോർട്ടിനെ സാധ്യമാക്കുമ്പോഴും അതേപോലെ കസ്റ്റംസ് ഡ്യൂട്ടിയെ കളയുമ്പോഴും പലപ്പോഴും അവർക്ക് ആ രാജ്യങ്ങൾക്ക് മരുന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സുഗമമാവുകയും നമ്മുടെ ലോക്കൽ ഫാർമ ഇൻഡസ്ട്രിക്ക് അത് വലിയ രീതിയിൽ തിരിച്ചടിയാവുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മരുന്നുകൾ വരുമ്പോൾ അത് അവർക്ക് വളരെ സുഖമായിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ എക്സ്പെൻസീവ് ആവുന്നുണ്ട്. ഔട്ട് ഓഫ് ബോക്സ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള ഒരു കണക്ക് പറയുകയാണെങ്കിൽ 2021 ഏകദേശം 47.1% ആളുകളുടെ ഹെൽത്ത് എക്സ്പെൻസ് അവരവരുടെ കയ്യിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊന്ന് ഈ ലോക്കൽ പ്രൊഡക്ഷനെ, കാരണം മറ്റുള്ള രാജ്യത്ത് നിന്ന് വരുന്നതിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് ഈ മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ചീപ്പ് പ്രൈസിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇമ്പോർട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഗവൺമെൻറ് തന്നെ അവരുടെ പല തീരുമാനങ്ങളും ഇത്തരത്തിലുള്ള ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനെ ഡിസ്കറേജ് ചെയ്യുന്ന എന്നാൽ ഇമ്പോർട്ടുകളെ എൻകറേജ് ചെയ്യുന്ന രീതിയിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ അടുത്താണ് 120ഓളം മെഡിസിൻ ഗ്ലോബൽ ടെൻഡർ വഴി നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എഗെയിൻ നമ്മുടെ രാജ്യത്ത് ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാത്രമല്ല 2024-25 യൂണിയൻ ബഡ്ജറ്റിൽ കസ്റ്റംസ് ഡ്യൂട്ടി ക്യാൻസർ മെഡിസിൻസ് പോലെയുള്ള ആസ്ട്രാസെനിക്ക മെഡിസിൻസിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. അപ്പോൾ കുറക്കുമ്പോൾ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സുഖമാണ്. പക്ഷേ ആ മരുന്ന് ഇവിടെ എത്തുന്നു, അവർക്ക് അതിൻ്റെ റവന്യൂ ഉണ്ടാവുന്നു. പക്ഷേ അത് കോമൺ മാൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഫോർ ഹിം ടു അഫോർഡ് ഇറ്റ് ഈസ് ബിക്കമിങ് വെരി കോസ്റ്റ്ലി. ഫോർ ദാറ്റ് റീസൺ വി നീഡഡ് ദ ലോക്കൽ പ്രൊഡ്യൂസേഴ്സ്, ദ ലോക്കൽ മാനുഫാക്ചേഴ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ദിസ് മെഡിസിൻസ്. ബട്ട് ദ സ്കോപ്പ്, ദ ഓപ്പർച്യൂണിറ്റി, ദ റിസോഴ്സ്, എവറിത്തിങ് ഈസ് ലെസ്. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മെഡിസിൻ എക്സ്പെൻസ് ആളുകളുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു, നമ്മുടെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ എംപവർ ചെയ്യേണ്ട ആവശ്യകത, ഇതെല്ലാം ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഇവിടെയും ഞാൻ ടെക്നിക്കൽ ടേംസ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ 8 കോടി പുതിയ ജോബ് കഴിഞ്ഞ 3 വർഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ പ്രധാനമായിട്ട് പറയുന്നത് ഈ ഒരു സേക്ക് ആധാരമായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്ന ഇന്ത്യ ക്ലെയിംസ് ഡാറ്റാബേസ് വഴിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരിക്കലും ഗവൺമെൻറ്റിനെ കുറച്ച് കാണുന്ന രീതിയിൽ അവർ ഡാറ്റ പറയില്ല എന്നാണ് പറയുന്നത്. ഈ ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ മുൻപിൽ പറഞ്ഞ ഒരു സെൻസസിൻ്റെ ഒരു കുറവ്, സെൻസസ് നടക്കാത്തതിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഡാറ്റ സംവിധാനമില്ലാത്തതിൻ്റെയും ഒരു പ്രശ്നം ഇതിൽ തീർച്ചയായിട്ടും കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഇത്തരത്തിൽ കോടിക്കണക്കിന് ജോബുകൾ ഉണ്ടായി എന്ന് പറയുമ്പോഴും ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ കണക്കുകളും മറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ്റെ കണക്കുകളിലും നമ്മൾ വളരെയധികം പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഡിലമ്മാസും ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം, കാരണം ഡാറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇൻ ദ കറണ്ട് സിനാരിയോ ഡാറ്റ ഈസ് ബീയിങ് എഫക്റ്റീവ്ലി യൂസ്ഡ് ബൈ ദി ടെക്നോളജിക്കൽ ഗെയിൻസ് ഓർ ദ ഇ-കൊമേഴ്സ് ഗെയിൻസ്. പക്ഷേ ഈ ഡാറ്റ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ആരാണ് എഫക്റ്റീവ്ലി? ദ ഡാറ്റ മസ്റ്റ് ബി ഫോർ ദ ഗവർണൻസ് പർപ്പസ്. പക്ഷെ അത്തരത്തിലുള്ള റിലയബിൾ ഡാറ്റ നമുക്കിവിടെ ഇല്ല. അതിൻ്റെ പ്രധാന കാരണം സെൻസസ് വൈകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ഇങ്ങനെ ഇത്രയും കോടിക്കണക്കിന് ജോബ് ഉണ്ടായി എന്ന് പറയുമ്പോഴും മറ്റു പല ഡാറ്റകളും അതിനെതിരാണ് പറയുന്നത്.
അപ്പോൾ ഈ ഡാറ്റയുടെ പുറത്തുള്ള ഒരു ഡിസ്ട്രസ്റ്റ് അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലയബിൾ ഡാറ്റയുടെ ആവശ്യം, വിശ്വാസയോഗ്യമായ ഡാറ്റകളുടെ ആവശ്യം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് എന്നാണ് ആ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളാണ് നമുക്കിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ എല്ലാ ആർട്ടിക്കിളുകളും, പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിക്കിളുകളും നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു. സിലബസിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് കാണിച്ചു, എങ്ങനെ ചോദ്യം ചോദിക്കാമെന്ന് കാണിച്ചു. അതിലെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു, അതിൻ്റെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് പറഞ്ഞു, ഇത്രയും കോംപ്രിഹെൻസീവായ രീതിയിൽ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ മെറ്റീരിയലും കൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു കോംപ്രിഹെൻസീവ്, നിങ്ങൾ ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് ടു റീഡ് സം അതർ മെറ്റീരിയൽ ഫോർ ദ സെയിം ടോപ്പിക്. സോ ദിസ് ഈസ് ന്യൂസ് പാപ്പ്. സോ വി ഹോപ്പ് വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ഹൈ മോട്ടിവേഷൻ. ഫോർ ദാറ്റ് നിങ്ങളെല്ലാവരും ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് among your friends. So we'll see you tomorrow. Be happy, happy learning, enjoy learning with my classes. Bye bye.